ആയിരുന്ന സമയത്ത് എന്നെ മിസ്സസ് ആക്കാൻ എത്ര എണ്ണം എന്റെ പുറകെ നടന്നു. ഇപ്പോഴും എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി എത്ര എണ്ണം വഴി ചോദിച്ചു വരുന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുത് ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ ഒരു തരി സൗന്ദര്യമില്ലാത്ത സംശയരോഗിയായ ഒരു കൂതറ ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യയ്ക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. ദേവി, ദേവി, ഈശ്വര, എത്തി കാത്തോളേ. വാതിൽ തുറക്കൂ മോളെ. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടേക്കാ, കേറി പോരേട്ടാ. അയ്യോ, കൈ എന്താ ഇങ്ങനെ പിടിച്ചേക്കുന്നേ? എന്റെ ചക്കര മോളെ, ഈ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊന്ന് തൊട്ടേ. എന്തിനാ ഏട്ടാ? ഒന്ന് തൊടന്റെ പൊന്നെ. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. അപ്പൊ അസാബു ആണല്ലേടി നിന്റെ കള്ളക്കാമുകൻ. ചേട്ടാ, വലത്തെ വിരലിലായിരുന്നു നീ തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോകുന്ന സുരേഷ് ആയിരുന്നേനെ. എന്റെ ദൈവമേ, ഇങ്ങനെ വീണ്ടും തുടങ്ങി മുടിഞ്ഞ സംശയം. അരടി, സാബു ഇവിടെ വരാറുണ്ടോ? നിന്റെ ഫോണിൽ വിളിക്കാറുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന സാബു ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ, ചെറിയ പയ്യൻ. എടി, മെഴ്സിഡൻസ് ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോഡിലൂടെയാടി നാനോ കാർ ഓടുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കില്ലൊന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇനി എന്നെ സംശയിച്ച നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോവിടുന്ന് ഒരു തമാശ പറയാനും സമ്മതിക്കൂല. ഇനി ഈ വീട്ടിൽ സംശയത്തിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാവില്ല. അക്കാര്യത്തിൽ സംശയമില്ല. സത്യം? അപ്പൊ നിനക്കായോ സംശയം? എടി സത്യം. എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടെയുള്ളവനാടി കൃഷ്ണൻ? നീയും കൃഷ്ണനുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്തിട്ടില്ലടി? എവിടെ വെച്ചാടി നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്? ഞാൻ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചത്. അതേടി, 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ നീ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദാ പുരുഷോത്തമനായി ജീവിക്കുന്ന രാമനെ വിളിക്കാത്ത എന്തുകൊണ്ടാടി? ഇതാ ഞാൻ പറഞ്ഞത്, നീ ശരിയല്ലെന്ന്. എന്നാ ഇനി രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമ. എന്തോ എന്നെ വിളിച്ചേച്ചി, അങ്ങോട്ട് വരട്ടെ. കുടുംബം കലക്കാതെ പോടാ പട്ടി. എന്നിട്ട് ഞാനില്ലാത്തപ്പോ വാടാ. എന്റെ ചേട്ടാ, ഞാൻ ഇങ്ങനെ കുറച്ച് സോഷ്യലായിട്ട് ഇടപെടുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഒരു തെറ്റുമില്ല. ആദ്യം നീ സോഷ്യലായിട്ട് ഇടപെടും. അത് കഴിയുമ്പോ നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ആകും. അവസാനം അത് ബയോളജിയിൽ അവസാനിക്കും. അതാണല്ലോ നിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററി. ചേട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ സോഷ്യലായിട്ട് ഇടപെടുന്നത് പുറത്തു നിന്ന് പഠിച്ചോണ്ടാ. ഇത് കേട്ടാത്തോന്ന് നീ വിദേശത്ത് പോയാ പഠിച്ചെന്ന്. എടി, ഫീസ് അടക്കാൻ കാശില്ലാഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോ പുറത്ത് നിന്ന് പഠിച്ചു എന്ന് പറ. ഒന്ന് പതുക്കെ പറ, നാട്ടുകാർ കേൾക്കും. നാട്ടുകാര് പലതും കേൾക്കുന്നുണ്ട്, നാട്ടുകാര് പലതും കാണുന്നുണ്ട്. എന്ത് കാണുന്നു? കഴിഞ്ഞ ദിവസം തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തപ്പോ ആരെങ്കിലും നിന്നെ ചെയ്താടി? തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ മുടിഞ്ഞ സംശയം. അപ്പൊ തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ലോ. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാം കെട്ടിയത്? ഇത് പിന്നെ മിഠായി തിന്നുമ്പോ ആരെങ്കിലും ആലോചിക്കോടി പല്ല് പിന്നീട് പുഴുവിനോന്ന്? എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയലിലെ ദീപ്തിയുടെ ശാലീനത. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ശ്രീധരൻ സീരിയലിലെ ചാളമേരിയെ പോലെ ഒരു കൂതറ. എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയതോ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവമാണെങ്കിലോ ജോൺ ബ്രിട്ടാസിന്റെ പോലെ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. നീ വേണമെങ്കിൽ എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയൻകുട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയ. നീ അങ്ങനെ മാത്രം പറയരുത്. പറയരുത്. എന്താ പറഞ്ഞ? എനിക്ക് കല്യാണത്തിന് മുമ്പും നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ പോവുക. ആരോടൊപ്പം? എപ്പ പോകാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, നല്ല തണുപ്പാ. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. നീയും നന്നാവില്ല. നിങ്ങളും നന്നാവില്ല. നീയും നന്നാവില്ലടി. ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ രണ്ടുപേരും ഈ തല്ലുപിടുത്തം നിർത്തി നല്ലപോലെ ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുണ്ടന്മാരാവും. എന്റെ സുരേഷ്, നിനക്കറിയോ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ നെയ് റോസ്റ്റ് പോലെ ഇരുന്നതാ. അതുകൊണ്ടതാ കുഴപ്പം. ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലെ അല്ലേ ഇരിക്കുന്നത്?
ഈ മസാല ദോശ കഴിക്കാൻ നിനക്ക് ചട്നി വേണോ സാമ്പാർ വേണോ? ഉഴുന്നുവട ഫ്രീ ആടാ. ഈ കുടുംബകഥയിലും മസാല ചേർക്കല്ലേ? അല്ല ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താടാ ഇവിടെ കാര്യം? നിങ്ങളുടെ ബേളങ്കാരൻ എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നീ സാധാരണ ഇവിടെയാണോ കിടന്നുറങ്ങണത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഉറങ്ങിക്കോടാ, കിടന്നുറങ്ങിക്കോ. നിന്നെ പാട്ടും പാടി ഉറക്കും ഈ വാനം പാടി. എന്റെ സുരേഷ്. എന്തോ സുരേഷേ, എന്താ ചേച്ചി? നീ അങ്ങേരോട് ഒന്നും മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയം. എന്റെ പപ്പേട്ട ചേട്ടൻ അറിയാൻ പാടില്ലേ ചേച്ചി മറ്റേതാണെന്ന്. ഏത് പതിവ്രത. ആ നിനക്കറിയാലോ എന്നെ, ഞാൻ ഇങ്ങേരെ ദൈവത്തെ പോലെ കാണുന്നത്. ഓ ദൈവം, നോക്കിയടാ ഇത് കണ്ട. അയ്യോ ഇതെന്തു പറ്റി? 5 സ്റ്റിച്ചാ. ദൈവത്തെ ചെരവ കൊണ്ടടിച്ചതാ ഈ ഭക്ത. കള്ളം, പച്ചക്കള്ളം. ഇപ്പൊ ഇറങ്ങിക്കൊള്ളു ഇവിടുന്ന്. അങ്ങനെ വെറും കൈയോടെ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നു വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളുടെ തലയിലെ കെട്ടിവെച്ചത്. പ്രകൃതി ദുരന്തത്തിൽ പെടുന്നവർക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമായിട്ടേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി. അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ. രണ്ടും കുറെ നാൾ കഴിയുമ്പോ മാറ്റാനും തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ല ചേട്ടാ? അപ്പൊ ഈ മൊബൈൽ ഫോണിന് സൗന്ദര്യമുണ്ട്. നിനക്ക് ഇതിനകത്തൊരു സിം കാർഡ് ഇട്ടൊന്ന് കോൾ ചെയ്യണം, ശരിയല്ലേ? ഈ ചേട്ടന്റെ ഒരു തമാശ പോടുന്നു. എടാ, ജനിക്കണമെങ്കിൽ ആണായിട്ട് ജനിക്കണം. അതും നല്ല കുടുംബത്തിൽ തന്നെ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. നല്ല കുടുംബം. നിനക്കറിയോ ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലിലാണ്. ആണോ ചേച്ചി? ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ മൊബൈൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ചതിനല്ല ജയിലിൽ പോയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. ഇങ്ങേര് എന്നെ കെട്ടിയത് ഓഗസ്റ്റ് 15-ാം തീയതിയാ. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്റെ ഉള്ള സ്വാതന്ത്ര്യം പോയി. നിക്കണ് ആ ജയൻകുട്ടൻ. എന്താ ജയൻകുട്ടത്? എന്താണ് ഇത് പറഞ്ഞത്? അജയൻകുട്ടനെന്നാ നിന്നെ? തല്ലരുത്. എന്താ പപ്പട്ടി കാണിക്കുന്നത്? സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്. ഒരിക്കലും സ്ത്രീയെ തല്ലരുത്, തള്ളി പറയരുത്. ഈ പറയണ നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മ വൃദ്ധസാനത്തിലുണ്ട്. മാസം 650 ഉണ്ടെങ്കിൽ അമ്മക്ക് സുഖമായിട്ട് കഴിയാം. അതിനുള്ള പണിയൊക്കെ അമ്മ അവിടെ എടുക്കുന്നുണ്ട്. സ്വന്തം അമ്മേനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവൻ നിന്ന് വീമ്പടക്കുന്നു. എടാ, അമ്മമാരെ കൊണ്ടുപോയി ആക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. കുടുംബത്ത് സമാധാനം തരാത്ത സംശയ രോഗികളായ ആണുങ്ങളെ കൊണ്ടുപോയി ആക്കാനുള്ള സ്ഥലമാണ് വൃദ്ധസദനം. മനസ്സിലായ? മതിയടി, അവൻ പോയി. അവനോടല്ല, നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ, എന്താ ഒരു സൗന്ദര്യം. സത്യത്തിൽ കോപം വരുമ്പോഴാ നിന്റെ സൗന്ദര്യം വർക്കൗട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയേ. ഇങ്ങോട്ട് നോക്കിയേ. പോർന്നു. എടി ഇങ്ങോട്ട് നോക്കുന്നു. എന്താ? സത്യത്തിൽ ഇപ്പൊ നിന്നെ കണ്ടാൽ ആരും പറയും ജൂഹി ചൗള തന്നെ. ജൂഹി ചൗളയോ? ഞാനോ? ജൂഹി ചൗളയല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ. അല്ലെങ്കിലും അതെ, നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛോ. കരയണ്ട, കരഞ്ഞു മുഖവും വയറും വീർപ്പിക്കണ്ട. ഒരു മസാല ദോശ തീരുന്ന വഴക്കല്ലേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ പോയി ഒരു മസാല ദോശ മേടിച്ചോണ്ട് വരട്ടെ? മേടിച്ചു തരുമോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? ഞാൻ മസാല ദോശ മേടിച്ചോണ്ട് വരുന്നത് വരെ നീ വാതിലടച്ചകത്തിരുന്നോളണം. ശരി. ആര് വന്നാലും തുറക്കരുത്. വാതിലടച്ചോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ മസാല ദോശ മേടിച്ചു തരാന്ന് പറയോ? ആഹാ, ദേ വരുന്നു. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാടി വാതിൽ ഓടുന്നത്? അടക്കളി വാതില്. നിങ്ങളുടെ സംശയം ഒരിക്കലും തീരൂല. എങ്ങോടെങ്കിലും ഇറങ്ങിപ്പോന്ന് വിചാരിച്ച ഞാൻ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയി നിങ്ങേര് നാട് മൊത്തം പറഞ്ഞു പരത്തുകയും ചെയ്യും. ഈ TV ഓൺ ആവുന്നില്ലല്ലോ. നമസ്കാരം. നഗര വാർത്തകളിലേക്ക് സ്വാഗതം. നഗരങ്ങളിൽ മോഷണങ്ങൾ പെരുകുന്നു. ഇടത്തരക്കാരുടെ വീട്ടിൽ സെയിൽസ്മാന്റെ വേഷത്തിലെത്തിയാണ് കവർച്ച. മോഷ്ടാവിന്റെ ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. മോഷ്ടാവ് സെയിൽസ്മാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തും. തന്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. പിന്നീട് വെള്ളം ചോദിക്കും. വെള്ളമെടുക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മളെ തല്ലി ബോധം കെടുത്തി ഇയാൾ മോഷണം നടത്തുന്നു. ഈ 3 ലക്ഷണങ്ങൾ ഒത്തുചേർന്നാൽ ഇയാൾ കള്ളനാണെന്ന് ഉറപ്പിക്കാം. ഈ കള്ളനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 രൂപ പാരിതോഷികം ലഭിക്കും. സൂക്ഷിക്കുക, അവൻ നിങ്ങളുടെ വീട്ടിലും വരാം. പിന്നെ ഇവിടെയാ? ഇവിടെ ഒന്നും വരത്തില്ല. ആരാ? സെയിൽസ്മാനാ. സെയിൽസ്മാൻ ആണോ ഇനി അവൻ കള്ളനാണോ? എന്നാ വരട്ടെ. 1000 രൂപ സമ്മാനം മേടിച്ച് കെട്ടിയവന്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യുകയും ചെയ്യാം. ആദ്യം അവൻ കള്ളനാണോ എന്ന് ചെക്ക് ചെയ്യാം. കേറി പോരെ. ഹായ്, ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഐ ആം ഡേവിഡ് റൊസാരിയോ, ഒരു സെയിൽസ്മാൻ ആണ്. ആണോ? ആദ്യത്തെ ലക്ഷണം കറക്റ്റാ. ഞാൻ ഡേവിഡ് ആൻഡ് ഡേവിഡ് കമ്പനിയുടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി പോലത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഇങ്ങോട്ട് വന്നത്. രണ്ടാമത്തെ ലക്ഷണം ഓക്കെ. ഇനി വെള്ളം കൂടി ചോദിച്ചാ ഇയാള് കള്ളൻ തന്നെ. മാഡം, എന്താ, ക്യാൻ ഐ ഷോ മൈ പ്രൊഡക്ട്സ്? വേറെ ഒന്നും വേണ്ടേ?
എനിക്കോ? എന്നാൽ എനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു. ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയാക്കി തരാട്ടാ. എന്ത് നല്ല പാവം ചേച്ചി. എന്തോരം വിലപിടിപ്പുള്ള സാധനങ്ങളാ ഇവിടെയൊക്കെ. 1000 രൂപ എനിക്ക് തന്നെ. നിന്റെ ബാഗ് ഞാൻ നോക്കട്ടെ എന്തൊക്കെ സാധനങ്ങളാ ഇവിടുന്ന് കട്ടെടുത്തതെന്ന്. ആഹാ, ഇവൻ ശരിക്കും സെയിൽസ്മാൻ ആയിരുന്നോ? അനിയ, ബോധം പോയോ? ദൈവമേ, ഒറ്റടിക്ക് ബോധം പോയില്ല. അനിയ എഴുന്നേക്ക. അനിയന് വീട്ടിൽ പോവണ്ടേ? വാ, ഞാൻ സഹായിക്കാം. എഴുന്നേക്ക. വീണ്ടും പോന്ന്. നേരെ നിക്ക്. അങ്ങനെ. എടി വഞ്ചകി, നീ ഇത്ര ഭയങ്കരിയായിരുന്നല്ലേ? നിനക്ക് വേണ്ടി ഞാനൊരു മസാല ദോശ മേടിക്കാൻ പോയപ്പോ നീ ഇവിടെ ജാരന് മൊത്തം ഒരു മസാലപ്പട ഓടിക്കായിരുന്നല്ലേ? ഇനി ഒന്നും നോക്കാനില്ല. ഡൈവോഴ്സ്. അയ്യോ ചേട്ടാ, ഇത് കള്ളനാ. അല്ല, സെയിൽസ്മാനാ. കള്ളനാന്ന് വിചാരിച്ചിട്ട് പിന്നെ സെയിൽസ്മാനായിട്ട് ഇയാൾ വെള്ളം ചോദിച്ചപ്പോ മറ്റേ 1000 രൂപയുടെ കാര്യം എങ്ങനെ പറഞ്ഞ് ഇയാളെ മനസ്സിലാക്കും? അപ്പൊ പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണ്. അത് നിനക്ക് തന്നെ അറിയാം. ഡൈവോഴ്സ്. അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ. സത്യം എന്താണെന്ന് ഇയാൾക്ക് ബോധം വരുമ്പോ ഇയാൾ പറയും. ഒരു ഒറ്റ തവണ എന്നെ വിശ്വസിക്ക് പ്ലീസ്. എഴുതേക്കടാ, നേരെ നോക്കടാ. അയ്യോ ചേച്ചി, ചേച്ചിയുടെ കെട്ടിയാൽ നമ്മളെ കൈയോടെ പിടികൂടി. ഓടിക്കോ. എടാ മഹാഭാവി, നീ എന്തും പറഞ്ഞോണ്ടാണ് ഈ ഓടുന്നത്. അയ്യോ ചേട്ടാ, ഒരു മസാല ദോശയുടെ മറവിൽ ഒരു മസാലപ്പടം. അയ്യോ, നിങ്ങളാണേ നമ്മുടെ 2 മക്കളാണേ. എനിക്ക് അവനെ അറിയില്ല. ഞാൻ ഇപ്പോഴാണ് അവനെ കണ്ടത്. എന്നെ ഒന്ന് വിശ്വസിക്ക്. നിന്നെ ഞാൻ. ഇതെന്താ ചാത്തനേറോ? ആരടാ കടലാസി പൊതിഞ്ഞ് കല്ലെറിഞ്ഞത്? ഇത് വെറും കടലാസ് അല്ല, കത്താണല്ലോ. ഇതിനി എന്ത് മാരണാണാവോ? ബഹുമാനപ്പെട്ട ചേട്ടാ, ഞാൻ അവിടെ നിന്ന് ഓടിയ ആളാണ്. ഞാൻ യഥാർത്ഥത്തിൽ കള്ളനാണ്. തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് അതെല്ലാം. ആ ചേച്ചി പാവമാണ്. കുറച്ചു നേരം മാത്രമേ ഞാൻ ആ ചേച്ചിയോട് സംസാരിച്ചുള്ളൂ എങ്കിലും ചേച്ചിയുടെ മഹാമനസ്കത ഞാൻ കണ്ടു. നിങ്ങളുടെ കുടുംബം ഞാൻ കാരണം തകരരുത്. ആ ചേച്ചി നല്ലവളാണ്, മഹാമനസ്കത ഉള്ളവളാണ്. നന്ദി എന്ന് സ്വന്തം കള്ളൻ. കണ്ടോ, ഇപ്പൊ വന്ന കള്ളൻ വരെ എന്റെ മഹാമനസ്കത കണ്ടു. എടീ വൃത്തികെട്ടവളെ, 10 കൊല്ലമായി ഞാൻ നിന്റെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ ഞാൻ കാണാത്തതിന്റെ മഹാമനസ്കത 5 മിനിറ്റ് കൊണ്ട് കള്ളം കണ്ടിട്ട് പോയി. എടീ, ഇനി എന്ത് നോക്കാൻ? ഇനി എനിക്കൊന്നും നോക്കാനില്ല. അയ്യോ അമ്മേ, അയ്യോ, അല്ലല്ലേ, അയ്യോ. ഡൈവോഴ്സ്. ദേവിയേ.